ഹായ്, എല്ലാവർക്കും ബിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുകൂടി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നായിരുന്നു, എൻ്റെ വ്യൂസ് കുറയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ പറയും ബിജി ഒന്ന് ടൈറ്റിലൊന്ന് മാറ്റി നോക്കും. ഓരോരുത്തരുടെ ടൈറ്റിൽ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ പോയി നോക്കുമ്പം ഒരു മിനിറ്റ് വീഡിയോ പോയി നോക്കുമ്പം സാമ്പാറിൽ മുരിങ്ങയ്ക്ക ഇട്ടില്ല എന്നൊക്കെയുള്ള ടൈറ്റിലായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അന്നേരം ചിന്തിക്കുമായിരുന്നു, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഫേസ്ബുക്ക്, കുറേ പേരുണ്ട് ശരീരം കാണിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്. അവർ സത്യസന്ധമായിട്ട് ഇങ്ങനെയുള്ളവർ ഞാൻ ചിന്തിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ നശിപ്പിക്കുന്ന ചില ആൾക്കാരാണ്. ഇടയ്ക്കൊരു ഞാനൊരിത് കണ്ടായിരുന്നു, യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഇങ്ങനെയുള്ളവരുടെ ID ബന്ധാക്കാൻ പോവുകയാണെന്നൊക്കെ. എവിടെ ഈ മനുഷ്യർ കാണിക്കുന്ന ഇവർക്കാണെങ്കിൽ പെൺകൊച്ചുങ്ങളുള്ളവരാണ്. ഒരു നാണമില്ലാതെ ഓരോരുത്തർ അവരുടെ ശരീരം പ്രദർശിപ്പിക്കും. ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എവിടെയും വീട്ടുജോലിക്ക് പോയി, നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വീട്ടുജോലിക്കേലും പോയി കുടുംബം നോക്കിക്കൂടെ. ഇങ്ങനെ മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ഫോണില്ലാത്ത ഒരു കുഞ്ഞുങ്ങൾ പോലും കാണത്തില്ലേ. അപ്പം അവരെയും കൂടെ എങ്ങനെയാണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരുടെ വീഡിയോ വരുമേ. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ നശിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഈ കുറേ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ട്. നമുക്കിപ്പം ഞാൻ ചിന്തിക്കുക, വ്യൂസ് കുറഞ്ഞാലും ഇനി ഉള്ളതുപോലെ മതി. ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് മനുഷ്യർ കാണിക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തോ വീഡിയോ ഇടണമെന്ന്. ശരി തന്നെ, ഞാൻ ആരെയും കുറ്റം പറയുമല്ല. പക്ഷേ ചിലരുടെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ നല്ല നല്ല വീഡിയോ ഇട്ടുകൊണ്ടിരുന്നവരും ഇപ്പം മറ്റുള്ളവരെ അനുകരിച്ച് അവരും ഓരോ തരങ്ങളിലൊക്കെ വീഡിയോ കാണിക്കുന്നവരും ഉണ്ട്. പിന്നെ ഞാനെന്നാ ചക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെ അനിത മനോജ് എന്നോട് ചോദിച്ചായിരുന്നു, CCTV ഇല്ലേന്ന്. CCTV ഉണ്ട്. ഞാനന്ന് വാച്ച്മാനോടും ചോദിച്ചു, സത്യാശ ക്യാമറയിൽ നോക്കിയാൽ കാണത്തില്ലേന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് ബിൽഡിങ്ങിൻ്റെ പണി നടന്ന സമയത്ത് കുറേ നാശനഷ്ടങ്ങൾ ബിൽഡിങ്ങിന് പറ്റിയിട്ടുണ്ട്. ഇനി ആ സൈഡിലോട്ട് അങ്ങോട്ട് ക്യാമറയുടെ കിട്ടുന്നുമില്ലെന്ന് അവൻ പറഞ്ഞു. ഇനി ക്യാമറ ബിൽഡിങ്ങുകാരുടെ മുഖേന കേടായതാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ പ്രൈസൻ ജനിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് 10-21 ദിവസം NICUയിൽ വെച്ചിട്ട് കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് നമ്മൾ പോകണ്ടേ. ഞങ്ങൾ കാറിൽ അന്ന് 4 വീലർ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അപ്പച്ചനും ഞാനും റേച്ചാൻ വന്നിട്ട് അപ്പച്ചൻ ഫ്രണ്ട് റൂമിൽ ഇരുന്ന് ഞാൻ പുറകിലിരുന്ന് കുഞ്ഞിനെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ അപ്പച്ചിൽ ബെൽറ്റ് ഊരി വിട്ട സമയത്ത് ആ ബെൽറ്റ് ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ പുറകോട്ട് വന്ന് ഞാൻ ആ ബെൽറ്റ് തട്ടി പുറകോട്ടങ്ങ് വീണ്. അന്നേരം എൻ്റെ ചിന്ത എന്തുവാ, അതൊക്കെയാണ് എനിക്കിപ്പോൾ ഈ നടുവേദന. കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഞാനങ്ങ് വീഴുമായിരുന്നു. അപ്പോഴത്തേക്കിനും വാച്ച്മാനെല്ലാം ഓടി വന്ന് ആദ്യം അപ്പച്ചൻ വന്ന് കുഞ്ഞിനെ അങ്ങ് നോക്കി. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് എന്തുവാ സംഭവം, കുഞ്ഞിന് വല്ലതും പറ്റിയോ, ഒരു അമ്മയെ ആയ നിലയ്ക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റില്ലെന്നേ നോക്കത്തുള്ളൂ. ആ വീഴ്ചയൊന്നുണ്ട്. പിന്നെ അതുപോലെ, കാരണം കുഞ്ഞിനെ ഞാനിങ്ങനെ പൊക്കി പിടിച്ചേക്കുക, ഞാനിങ്ങനെ വീഴുന്നത് പുറകടിച്ചങ്ങ് വീണ് അത്രയ്ക്ക്. അതോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ സിസേറിയൻ കഴിഞ്ഞാൽ ഞാനാ 40 പോലും ആയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി CCTV നോക്കിയുണ്ടേ എങ്ങനെയാണെന്ന് കണ്ട് ആ വീഡിയോ പാരയിലൊക്കെ ഇവിടെയായിട്ട് വരുമ്പം ആ വീഡിയോ ഞങ്ങൾ കാണിക്കുമ്പോൾ കാണുന്നവരല്ലോ ഇങ്ങനെ പറയും. അത് കാണുന്ന ആരാണെങ്കിലും അങ്ങ് പേടിച്ചു പോകും. കാരണം കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ റേച്ചാനൊക്കെ ചിന്തിച്ച് ഇനി കുഞ്ഞിൻ്റെ മണ്ടേലും കാണാൻ ഞാൻ വീണോ. പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഞാൻ ഇങ്ങനെ അവനെ പൊക്കി പിടിച്ചേക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ അവനോട് പറയടാ, ഞാൻ ചാകേണ്ടിയതായിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിക്കേണ്ടതായിരുന്നു. ഒരമ്മ എപ്പോഴും മക്കൾക്ക് വേണ്ടി, ഏതമ്മമാരാണെങ്കിലും മക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയാടാ ചെയ്യുന്നതെന്ന് പറയും. അത് നമ്മളുടെ കടമയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ എന്തോ പിന്നെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയും കാണുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഓർഡറൊക്കെ തീർന്നപ്പം അവർക്ക് 1 കിലോ ബീഫ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു. അതിൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. 1 കിലോ ബീഫ്, കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇന്ന് വേവിച്ചെടുക്കാം. അപ്പം ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ബിജി ബീഫ് ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ടൊന്ന് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് റീച്ചാൻ അങ്ങ് നാട്ടിൽ പോയായിരുന്നു. ഞാൻ പറഞ്ഞ റീച്ചാൻ നാട്ടിൽ പോയിക്കുക, റീച്ചാൻ വന്നിട്ട് ബീഫൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ തന്നെ പോകാറില്ല, എനിക്കറിയത്തുമില്ല അങ്ങനെ പോകാൻ. റീച്ചാൻ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത്, അല്ലെങ്കിൽ റീച്ചാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും, അങ്ങനെ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം പുള്ളിക്കാരി പറഞ്ഞു, ബിജി എൻ്റെ കയ്യിൽ 1 കിലോ ബീഫ് ഇരിപ്പുണ്ട്, അതെനിക്കൊന്ന് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഉണ്ടാക്കി തരാം. അന്നേരം അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് അതൊന്നും ഉണ്ടാക്കി കൊടുക്കുക ഇന്ന്. അപ്പം ഞാൻ പിച്ചാത്തിക്ക് വാത്തലയില്ലായിരുന്നു, അപ്പം ഞാൻ അതിനൊന്ന് വാത്തല വരുത്തിച്ചതാണ്. എന്നിട്ട് ഞാൻ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ, അപ്പം ഞാനിപ്പം വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊന്നും തേങ്ങാക്കൊത്തൊന്നും എടുക്കത്തില്ല. ഇതിപ്പോൾ 1 കിലോയ്ക്ക് ഞാൻ അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റ് ഇടയ്ക്കൊക്കെ കടിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും വെളുത്തുള്ളി, ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലിയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് കീറിയിട്ടിട്ടുണ്ട്, അതാണ് ഒത്തിരിയായിട്ടങ്ങ് തോന്നുന്നത്. ഞാനൊരു 300 ഗ്രാം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊത്തം കൊച്ചുള്ളി ആണെങ്കിൽ ഒരു 300-400 ഗ്രാം കൊച്ചുള്ളി ചേർക്കാം, അതല്ല പകുതി കൊച്ചുള്ളിയും പകുതി സവാളയാണെങ്കിൽ അങ്ങനെയും ചേർക്കാമേ. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സ്റ്റാർട്ടിങ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇത്തിരി നേരം ഒന്ന് വഴറ്റിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തത്. ബീഫ് നല്ല ബീഫായിരുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്ത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലേ, അധികം വെള്ളമൊന്നും ഇല്ലാത്ത ബീഫായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലത്തു നിന്നുള്ളതിന് ഇതിനേക്കായി വെള്ളമുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തെങ്കിലും ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇച്ചിരി നേരം ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അടച്ചു കൊടുത്ത് ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോയുടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഞാൻ ഇച്ചിരി ടൊമാറ്റോയുടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ടൊമാറ്റോ എല്ലാം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു ഇച്ചിണി 1.25, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി. 1 ടീസ്പൂൺ ഇട്ടല്ലേ നമ്മൾ വേവിച്ച്. ചെറിയ തീയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കൂട്ടിയും കുറച്ചൊക്കെ. ചെറിയ തീയിലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തീയാണെങ്കിൽ, ഫ്ലെയിം കുറവാണെങ്കിൽ തീ കൂട്ടിയും കുറച്ചൊക്കെ ഈ മസാലയുടെ പച്ചമണം ഒന്ന് പോകണം. മസാലയൊക്കെ മൂത്തു അതിലോട്ട് വെന്ത ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫും അങ്ങനെ ഒത്തിരി കുറഞ്ഞിട്ടുമില്ല. മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, ബീഫൊക്കെ നമ്മൾ ഈ അച്ചാറിനൊക്കെ വാങ്ങിക്കുമ്പം അത് വേവുമ്പോൾ അങ്ങ് ഇച്ചിണീയാവും. നമ്മൾ 1 കിലോ ബീഫ് വാങ്ങിക്കുവാണെങ്കിൽ അത് വെന്ത് വരുമ്പോൾ ഇച്ചിണീ കാണും. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെ കുറഞ്ഞിട്ടുമില്ലായിരുന്നു ബീഫ്. അപ്പം ഞാൻ ബീഫ് കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ചാറാക്കുന്നില്ല, കുറച്ച് ആക്കുന്നുള്ളേ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ബീഫൊക്കെ വെന്തതാ. ഇനി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ പിടിച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ കുറച്ച് നേരം ഇട്ടിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയും ഞാനങ്ങ് ലാസ്റ്റ് കടുക് കൂടെ വറക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ തണുക്കുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇവന്മാർ കുറേ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നിവിടെ. അപ്പം പേരയ്ക്കാടെ ജ്യൂസ് ഇരിപ്പുണ്ടായിരുന്നു. പ്രൈസിന് ജ്യൂസൊക്കെ കണ്ടാൽ പിന്നെ പ്രൈസൻ പറയും എൻ്റെ ഫാസ്റ്റിങ്ങാ, എനിക്ക് ജ്യൂസ് താന്നും പറഞ്ഞൊക്കെ നടക്കും. കുറച്ച് നേരം കൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 3 ഇച്ചിരി ജ്യൂസ് എടുത്തു കൊടുത്തതാണ്.
എനിക്ക് പിന്നെ ഇന്നൊരു മോരുകറി വെച്ചാൽ മതി. ഇന്നലത്തെ കൂട്ടാനും കറികളും ഇച്ചിരി ഇരിപ്പുണ്ട്. പിന്നെ ഒരു മോരുകറി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സമയം ഉള്ളത് കൊണ്ട് അങ്ങ് മോരുകറി ഉണ്ടാക്കി വെച്ചാലും നമുക്ക് 2-3 ദിവസം 3-4 ദിവസമൊക്കെ ഉപയോഗിക്കാമല്ലേ. അപ്പോൾ ഇന്ന് വേറെ കറി എടുത്താലും അല്ലെങ്കിൽ ഇന്ന് മോരുകറി എടുക്കും, മറ്റേ കറി പിന്നെ എടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇന്ന് ഇത് ചെയ്യുന്നത് കൊണ്ട് പിന്നെ എനിക്ക് കറിയും കൂടെ വെച്ചാൽ മതി. അപ്പം കടുക് കൂടെ ഒന്ന് വറുത്ത് ചേർക്കട്ടെ. അപ്പം ബീഫൊക്കെ റെഡിയായി. ഒരു ഇച്ചിരി തണുത്തതിന് ശേഷം പിന്നെ ഡബ്ബയിലാക്കി കൊറിയറല്ല, ആ ആളിനെ വിളിക്കണം. അപ്പം പുള്ളി വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം ഞാൻ തൈരൊക്കെ ഇച്ചിരി ഒന്ന് ഉടച്ചായിരുന്നു നമ്മുടെ മോരുകറിക്ക് വേണ്ടി. അപ്പോൾ ഇന്ന് ഇച്ചിരി ഒന്ന് തേങ്ങ അരച്ചാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് തേങ്ങ അരച്ചല്ലേ, അരപ്പൊന്ന് ആദ്യം ഒന്ന് ഞാൻ ഒന്ന് വേവിക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ തൈര് അടിച്ചത് ഇതിൻ്റെ അകത്ത് ഒഴിക്കും. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലാതെ മോരിൻ്റെ കൂടെ തേങ്ങ അരച്ച് അങ്ങനെ ചെയ്യാറില്ല. ഈ അരപ്പിനെ ഒന്ന് വേവിച്ചിട്ടാണ് ഞാൻ മോരൊഴിക്കുന്നത്. അപ്പോൾ അരപ്പൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് മോരൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ലാസ്റ്റിൽ കടുക് വറക്കും. ഉലുവാപ്പൊടിയൊക്കെ ഇതിലിട്ടിട്ട് ഇച്ചിരി കായപ്പൊടി ഞാൻ കടുക് വറക്കുന്ന സമയത്ത് ചേർക്കും. അല്ലെങ്കിൽ ചിലപ്പം ചൂടാകുമ്പം അതിൻ്റെ മുകളിൽ ചേർക്കും. എങ്ങനെയാണെങ്കിലും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കും. ഞാൻ ഇന്നാലും പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ ചൂട് കാരണം ഞാൻ മോരുകറി ഇപ്പം തേങ്ങ അരച്ചതായതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ എടുക്കുവാണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അല്ലാതെ നമ്മൾ തേങ്ങ അരയ്ക്കുന്നില്ല എങ്കിൽ ഒരു ദിവസമേ ഞാൻ വെളിയിൽ വെക്കത്തുള്ളൂ, പിന്നെ ഞാൻ അകത്തെടുത്ത് വെക്കും. അല്ലെങ്കിൽ മോര് വരെ ഈ ചൂട് കാരണം കുറേയും കൂടെ പുളിയൊക്കെ ആവും. എല്ലാം അതുപോലുള്ള ചൂടങ്ങ് ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ബോംബെയിലുള്ളവർക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഞാനിതൊക്കെ അങ്ങ് ഫുഡുകളൊക്കെ ഇപ്പം അങ്ങ് എടുത്തങ്ങ് വെക്കും ഞാനങ്ങ് ഫ്രിഡ്ജിലോട്ട്. അപ്പം ഞാൻ മോരിന് കടുകിട്ട് ജീരകം ഇട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി പറഞ്ഞ സവാള ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മുരിച്ചൊന്ന് ചേർക്കട്ടെ. ലാസ്റ്റിൽ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് മോരിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി കായപ്പൊടി ഞാൻ ചേർത്തായിരുന്നേ. കുറച്ച് കൂവപ്പൊടി 2-3 ടേബിൾ സ്പൂൺ, 2 പേർക്കുള്ള. ചൂടല്ലേ, അത് ഇച്ചിരി വെള്ളത്തിൽ നിന്ന് ആദ്യം കലക്കട്ടെ, എന്നിട്ട് തീ ഓണാക്കാം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ നേരം പ്രൈസൻ താഴെ സൈക്കിൾ ഓട്ടാൻ പോയായിരുന്നു. അപ്പോൾ പോളിനോട് ഞാൻ ചോദിച്ചേടാ നിനക്ക് വേണോ, ഇത് ബോഡിയൊക്കെ തണുക്കും, വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുടിച്ചു കഴിഞ്ഞ് ഇവൻ്റെ വിധം അങ്ങ് മാറി. ഇവൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടാന്ന്. കൂവപ്പൊടിക്ക് ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പം പിന്നെ ഞാൻ കളയുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് 2 ഗ്ലാസ് ഞാനങ്ങ് കുടിച്ച്. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് വിശന്നില്ല. പിന്നെ ഇതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ ഒരു മധുരത്തിന് വേണ്ടി ഞാനൊരു ഇച്ചിരി ഇവനോടുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ മധുരത്തിന് ഇത്തിരി നമ്മുടെ ശർക്കര ചേർത്തത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത്രയും ചേർക്കത്തില്ല. ഇതിൻ്റെ അകത്ത് ഞാനൊരു 7-8 ഡേറ്റ്സ് കുതിർത്തൊന്ന് വെച്ചായിരുന്നു. അതുകൂടി ഇത് ഇട്ടിട്ട് ആ ഡേറ്റ്സ് ഞാൻ പിന്നെ ഇതൊന്ന് മിക്സിയിലൊന്ന് അരയ്ക്കുമായിരുന്നു. അപ്പോൾ ആ മധുരത്തിൽ ഇവന് വേണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ശർക്കര ചേർക്കത്തില്ലായിരുന്നു. എന്നിട്ട് ഞാനതെല്ലാം ഒന്ന് കുറുകി വന്നോണ്ടേ ആദ്യം ഞാൻ തീ ഓണാക്കാതെ നല്ല കട്ട എല്ലാം ഉടച്ച് കളഞ്ഞിട്ടാണ് ഞാനിത് ഒന്ന് കുറുക്കിയത്. ഇപ്പം നന്നായി കുറുകി വന്നോണ്ടേ അതെല്ലാം കൂടെ അരച്ച് ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത്, എന്നിട്ട് ലാസ്റ്റിൽ ഇച്ചിരി അതും ഈ ചെറുക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പാല് ചേർത്തത്. ഇപ്പം ഞാൻ തന്നെ കുടിക്കുവാണെങ്കിൽ ഈ പാലൊന്നും ഞാൻ ചേർക്കത്തില്ല. അങ്ങനെ ഞാൻ ഇത്രയും ലൂസും ആക്കത്തില്ലായിരുന്നു, സ്പൂണിൽ കോരിയും കുടിക്കുമായിരുന്നു. അത് കണ്ടോണ്ടേ അവന് വേണ്ട. പ്രൈസും പിന്നെ താഴേന്ന് കയറി വന്നുകൊണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി അവനും കൊടുത്തു. അവൻ പിന്നെ ഞാൻ പറഞ്ഞതാണല്ലോ നല്ലതാ മോനെ ബോഡിക്ക് നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി കുടിച്ചു. പിന്നെ വേണ്ട മമ്മി, പിന്നെ എനിക്കും വേണ്ട മമ്മി എന്ന് പറഞ്ഞ്. പിന്നെ ഇത്രയും ഈ കൂവപ്പൊടിയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതല്ലേ, കളയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇതെല്ലാം പിന്നെ 2 ഗ്ലാസ് കുടിച്ച് പിന്നെയും ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന് വൈകിട്ട് ചായയും കാപ്പിയൊന്നും കുടിച്ചില്ല, ഇതാണ് എടുത്ത് കുടിച്ചത്. അപ്പോൾ അത് കുടിക്കുന്നുണ്ടേ ആ ഡേറ്റ്സിൻ്റെ ഒരു ഇത്തിരി തൊലി നമ്മുടെ വായിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ,
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.